കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗവർണർ നിർദ്ദേശം നൽകി. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറാണ് ഗവർണർ നിർദ്ദേശം നൽകിയത്. VC മോഹൻ കുന്നുമ്മൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം ഗവർണർക്ക് നൽകിയിരുന്നു. തിരുവനന്തപുരം അജ്മൽ ദിറാർ തത്സമയം ചേരുകയാണ്. ലോക് ഭവന്റെ നിർദ്ദേശം എപ്പോഴാണ് എത്തിയത്? അജ്മൽ, ഹാപ്പി വിഷു, പറയൂ വിവരങ്ങൾ. ഹാപ്പി വിഷു SKN. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി, ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ വീടിന് മുന്നിലാണ്. കേരളം ഒരു സമൃദ്ധിയുടെ വിഷു ആഘോഷിക്കുമ്പോഴും ഒരുപാട് പ്രതീക്ഷകളോടെ ഇറങ്ങിപ്പോയ നിതിൻ രാജ് 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വീടിൻ്റെ വൈകാരിക നിമിഷങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ നിന്ന് ഇപ്പോൾ ഈ വാർത്ത പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യ സർവകലാശാലയുടെ VC ഡോക്ടർ മോഹനം കുന്നുമ്മൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ഇന്നലെ കണ്ടിരുന്നു. അദ്ദേഹം ഈ സംഭവത്തിൽ പ്രാഥമിക വിവരം റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ പറയുന്ന വളരെ ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട്. ഈ ആരോപണ വിധേയനായ അഞ്ചരക്കണ്ടിയിലെ സർവകലാശാല പ്രൊഫസറായിട്ടുള്ള റാം നേരത്തെ 2 തവണ അദ്ദേഹത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കോളേജ് പക്ഷേ ഈ സസ്പെൻഡ് ചെയ്ത വിവരം ആരോഗ്യ സർവകലാശാലയെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ റാമിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കും വിധമുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നത് എന്നതും ഈ സർവകലാശാല വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഗവർണറെ ധരിപ്പിച്ചതിന് പിന്നാലെ ഗവർണർ ഈ വിഷയത്തിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്നലെ തന്നെ മോഹനം കുന്നുമ്മലോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അജിത്ത് എന്ന് പറയുന്ന ആരോഗ്യ സർവകലാശാലയുടെ ഗവേണിംഗ് കൗൺസിലിൻ്റെ അംഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയെ നേരത്തെ തന്നെ ഒരു സമഗ്ര അന്വേഷണത്തിന് വേണ്ടി ആരോഗ്യ സർവകലാശാല നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമിതി എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തുകയും ഒരു വിശദമായ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ആരോഗ്യ സർവകലാശാല നിയോഗിച്ചിട്ടുള്ള ഈ സമിതിയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ പോലീസ് ഇന്നലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള 7 അംഗ സമിതിയുടെ SITയുടെ അന്വേഷണവും മുന്നോട്ട് പോകുന്നുണ്ട്. അവർ എത്തിപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.